അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാറ് വികാരഭരിതനായിട്ടാണ് അഭിനയമൊക്കെ പഠിപ്പിക്കുന്നത്. പുള്ളി അഭിനയിക്കും. എൻ്റെ ഈ 2 കണ്ണുകൾ എന്ന് പറഞ്ഞ പുള്ളി ഈ കച്ചസ് കത്തണം. ഞാൻ അതായത് കച്ചസ് നിൽക്കുന്ന ആള് അന്ന് വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് വലിച്ചു. ഞാൻ കൊച്ചിലെ പോലെ അച്ഛൻ്റെ കൂടെ കണ്ടോണ്ട് അങ്ങനെ വളർന്ന ഒരാളല്ലേ. അപ്പം എനിക്കതിൻ്റെ കുഴപ്പങ്ങളൊക്കെ അത് അച്ഛനീ പറയുന്ന ആൾക്കാർ ചീത്ത പോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ കുഴപ്പങ്ങളറിയാം. അറിഞ്ഞുകൊണ്ട് അല്ല സ്കൂളിൽ പോകുന്നത്. എനിക്ക് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പായി ചെല്ലു പറയില്ല, പഠിത്തം കോളേജിൽ പഠിക്കും അല്ലെ സ്കൂൾ. അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ കാലഘട്ടം കോളേജ് എന്ന് പറയും. എനിക്കല്ല കേട്ടോ, എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. എന്നുവെച്ചാൽ അധ്യാപകരൊന്നും പറയുന്നതൊന്നും എനിക്കങ്ങനെ പിടിക്കില്ലായിരുന്നു. അത് എൻ്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമല്ല കേട്ടോ. പക്ഷെ അന്നേ സ്കൂളിൽ നടന്ന നാടകത്തിലായിരുന്നല്ലോ. ഇല്ല, സ്കൂളിൽ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന കോളേജ് ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരിക്കൽ ഒരു കോളേജിൽ കോളേജ് പഠിക്കാൻ അഭിനയിക്കാൻ വിളിച്ചു. അതിനകത്ത് ഞാൻ CL ജോസ് സാറിൻ്റെ ഒരു നാടകമാണ്. അപ്പം അതിനകത്ത് ഒരു കാല് നഷ്ടപ്പെട്ട ഒരാളാണ്. അത് എന്തോ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കാമുകിയുടെ ഭർത്താവിനോ വേണ്ടിയിട്ട് എൻ്റെ കണ്ണുകൾ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ക്രച്ചസിലൊക്കെ വന്നിട്ടുണ്ടാ പറഞ്ഞു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാറ് വികാരഭരിതനായിട്ടാണ് അഭിനയമൊക്കെ പഠിപ്പിക്കുന്നത്. പുള്ളി അഭിനയിക്കും. എൻ്റെ ഈ 2 കണ്ണുകൾ എന്ന് പറഞ്ഞ പുള്ളി ഈ ക്രച്ചസ് കത്തണം. ഞാൻ അതായത് കച്ചസ് നിൽക്കുന്ന ആള് അന്ന് വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് വലിച്ചു. ഞാൻ പിന്നെ നിന്നിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അന്ന് ഞാൻ ഹോസ്റ്റലിലാണ്. ഞാൻ വീട്ടിൽ പോയി സുഖയില്ലെന്ന് പറഞ്ഞു ഫോൺ ചെയ്തു. അന്ന് മറ്റേ മൊബൈലില്ല. കോളേജിലെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഭയങ്കര പനിയാണ്. അപ്പം കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നാടകം. ഞാൻ വരാൻ പറ്റില്ല, വേറെ ആരെയും വെച്ചിട്ട് നാടകം കളിച്ചു. അതിൽ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് പോയി അങ്ങനെ റിഹേഴ്സലിൽ മാത്രം പങ്കെടുത്തില്ല. നാടകം കളിച്ചില്ല. ഞാൻ കൊച്ചിലെ പോലെ അച്ഛൻ്റെ കൂടെ കണ്ടോണ്ട് അങ്ങനെ വളർന്ന ഒരാളല്ലേ. അപ്പം എനിക്കതിൻ്റെ കുഴപ്പങ്ങളൊക്കെ അത് അച്ഛനീ പറയുന്ന ആൾക്കാർ ചീത്ത പോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ കുഴപ്പങ്ങളറിയാം.